രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം ആരംഭിച്ചതായി സൂചന. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മകൾ വീണ വിജയനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച നിർണായക മൊഴികളാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വലിയ പ്രതിസന്ധിയാകുന്നത്. ഇഡിയുടെ നിർണായകമായ പല ചോദ്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും അച്ഛനാണ് അറിയാവുന്നത് എന്ന വീണയുടെ മൊഴിയാണ്. ആ ഒരൊറ്റ മൊഴിയാണ് പിണറായി വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിലേക്ക് എൻഫോഴ്സ്മെന്റ് എത്തിച്ചിരിക്കുന്നത്. CMRL ഉടമ കർത്ത നൽകിയ മൊഴികൾക്ക് പിന്നാലെ മകൾ വീണ വിജയന്റെ പ്രസ്താവന കൂടി പുറത്തു വന്നതോടുകൂടി അന്വേഷണം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകളുടെ സൂത്രധാരനിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് ഇവരുടെ വെളിപ്പെടുത്തലുകളെന്നാണ് ED കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഇതോടെ കേസിൽ മുൻ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിപ്പിച്ചും ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ കാരണങ്ങൾ EDക്ക് ശക്തമായിരിക്കുകയാണ്. കേസിന്റെ പ്രാരംഭഘട്ടം മുതൽ കമ്പനിയുടെ സേവന കരാറുകളെക്കുറിച്ചും പ്രതിമാസ തുക കൈപ്പറ്റിയതിനെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് സാധിച്ചിരുന്നില്ല. എക്സാലോജിക് കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലഭിച്ച തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും ED തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് സാമ്പത്തിക കൈമാറ്റങ്ങളുടെയും തീരുമാനങ്ങളുടെയും പിന്നിലെ വിവരങ്ങൾ അറിയാവുന്നത് അച്ഛനാണെന്ന തരത്തിൽ വീണ പ്രതികരിച്ചത്. CMRL നിന്ന് എക്സാലോജിക് കമ്പനിക്ക് സേവനങ്ങളൊന്നും നൽകാതെ തന്നെ കോടിക്കണക്കിന് രൂപ ലഭിച്ചെന്ന ഗുരുതര ആരോപണമാണ് അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. മുൻപ് നൽകാത്ത സേവനങ്ങൾക്കായി കരാർ ഉണ്ടാക്കുകയും തുക കൈപ്പറ്റുകയും ചെയ്തത് വഴിവിട്ട രാഷ്ട്രീയ സഹായങ്ങൾ നൽകിയതിന്റെ പ്രത്യുപകാരമാണെന്ന സംശയത്തിലാണ് ED എത്തി നിൽക്കുന്നത്. ഇതിന് ബലം നൽകുന്ന തരത്തിലാണ് കർത്തയുടെയും വീണയുടെയും മൊഴികൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. കർത്ത ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴികളിൽ കമ്പനിയുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് തുക നൽകിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായ തുക ലഭിച്ചത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കാണെന്ന സംശയം ED നേരത്തെ തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. കർത്തയുടെ മൊഴിയും വീണയുടെ മറുപടികളും കൂടി വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കേസിൽ നിന്ന് എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻപ് ഭരണ രംഗത്തുണ്ടായിരുന്നപ്പോൾ ആ സ്വാധീനം ഉപയോഗിച്ച് സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു നൽകിയോ എന്നും അതിന് പകരമായി മകളുടെ കമ്പനിയിലേക്ക് തുക എത്തിച്ചോ എന്നുമുള്ള കാര്യം ഉറപ്പുവരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ഇതിനായി അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന നിലപാടിൽ തന്നെയാണ് ED. കേസിൽ സാമ്പത്തിക ക്രമക്കേടുകൾ വ്യക്തമാണ് എന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ തുടരന്വേഷണം ശക്തമാകുന്നതോടുകൂടി രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ആശങ്ക ഏറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വീണ വിജയനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം മുൻ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കാനാണ് നീക്കം. പ്രതിപക്ഷ നേതാവിനെ തന്നെ കേസിലേക്ക് നേരിട്ട് വലിച്ചിഴയ്ക്കുന്ന തരത്തിലേക്ക് മൊഴികൾ മാറിയത് പാർട്ടിയിലും രാഷ്ട്രീയ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുൻപ് കേസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM ശ്രമിച്ചിരുന്നുവെങ്കിലും അന്വേഷണ ഏജൻസികൾ സാമ്പത്തിക രേഖകൾ മൊഴികളും അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യൽ ശക്തമാക്കിയതോടുകൂടി പ്രതിരോധം തീർക്കാൻ സംസ്ഥാന നേതൃത്വം പ്രയാസപ്പെടുകയാണ്. മകളുടെ മൊഴി തന്നെ അച്ഛന് തിരിച്ചടിയാകുന്ന അപൂർവ സാഹചര്യമാണ് മാസപ്പടി കേസിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മുൻ ഭരണതലവനെയും നിലവിലെ പ്രതിപക്ഷ നേതാവിനെയും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റ് ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം തിരുവനന്തപുരത്തെയും ഡൽഹിയിലെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരുപോലെ ഉറ്റുനോക്കാൻ നിർബന്ധിതരാവുകയാണ്. കേസിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നീങ്ങുന്നത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. രാഷ്ട്രീയമായ ലാഭനഷ്ടങ്ങൾക്കപ്പുറം സാമ്പത്തിക ക്രമക്കേടിന്റെ വ്യാപ്തി കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് ED കേന്ദ്രങ്ങൾ വ്യക്തമാക്കുമ്പോൾ മാസപ്പടി കേസ് കൂടുതൽ നിർണായകമായ നിയമ പോരാട്ടങ്ങളിലേക്ക് വഴിമാറുകയാണ്. CMRL എക്സാലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് വ്യാപിപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ 29.02 കോടി രൂപ മരവിപ്പിച്ചതിന് പിന്നാലെ പ്രതികളുടെ പേരിലുള്ള കോടികളുടെ വിലമതിക്കുന്ന റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കളും കെട്ടിടങ്ങളും തടഞ്ഞുവെക്കാനുള്ള ആസ്തി സർവേ ED ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടയിലാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് അന്വേഷണം നേരിട്ടെത്തുന്ന എന്ന നിർണായക വിവരം പുറത്തുവരുന്നത്. പിണറായി വിജയനെ നേരിട്ട് ചോദ്യം ചെയ്തതിനായി ED കൊച്ചി യൂണിറ്റ് കേന്ദ്ര ആസ്ഥാനത്തിന്റെ അനുമതി തേടിയതായാണ് സൂചനകൾ. ഡൽഹിയിൽ നിന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പിണറായി വിജയനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് അയക്കും. CMRL സ്ഥാപകൻ SN ശശിധരൻ കർത്ത നൽകിയ മൊഴിയിൽ പിണറായി വിജയനുമായുള്ള
വ്യക്തിബന്ധത്തിന്റെ പേരിൽ ടി വീണയ്ക്കും എക്സാലോജിക് കമ്പനിക്കും സേവനങ്ങളൊന്നും നൽകാതെ 2.78 കോടി രൂപ നൽകിയതെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ സെക്ഷൻ 50 പ്രകാരം വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇഡിയുടെ നീക്കം. പ്രതികളുടെ സ്ഥാവര വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിനായി ഇഡി ആരംഭിച്ച ആസ്തി സർവേ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പുറമെ പ്രതികളുടെയോ അവർ വഴി ആനുകൂല്യം പറ്റി എന്ന് ആരോപിക്കപ്പെടുന്നവരുടെയോ പേരിലുള്ള ഭൂമി, കെട്ടിടങ്ങൾ എന്നിവ കണ്ടുകെട്ടാനുള്ള പ്രാഥമിക പട്ടിക ഇഡി തയ്യാറാക്കുകയാണ്. പിണറായിയുടെ മകൾ വീണ കേസിൽ പ്രതിയാകും, വിചാരണയും നേരിടേണ്ടി വരും. ഇതിനുള്ള തെളിവുകൾ കിട്ടിയെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. ഇതോടെയാണ് കണ്ണൂർ പിണറായി കുടുംബത്തിന് ഇഡി നടപടി ഭീഷണിയാകുമോ എന്ന ചോദ്യം ഉയരുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരം കുറ്റകൃത്യത്തിലൂടെ നേടിയെടുത്ത പണം ഉപയോഗിച്ചാണ് ഒരു സ്വത്ത് വാങ്ങിയതെന്നോ അല്ലെങ്കിൽ അത്തരം പണം വഴി ആർജിച്ച ആസ്തിയാണോ എന്നോ ഇഡി തെളിയിച്ചാൽ ആ സ്വത്ത് താൽക്കാലികമായി കണ്ടുകെട്ടൽ ഏജൻസിക്ക് അധികാരമുണ്ട്. കേസിലെ പ്രധാന പ്രതിയായ ടി വീണയ്ക്ക് പിണറായിയിലെ കുടുംബ വീട്ടിലോ അതല്ലെങ്കിൽ ആ ഭൂമിയിലോ ഭാഗപത്ര പ്രകാരമോ അല്ലാതെയോ നിയമപരമായ അവകാശമോ പങ്കാളിത്തമോ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഇഡിയുടെ ആസ്തി സർവേയിൽ ആ വസ്തുവും ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കുടുംബ സ്വത്തുക്കളിൽ നിന്നും കുറ്റകൃത്യത്തിലൂടെയുള്ള പണം ഉപയോഗിച്ച് നിർമ്മിച്ചതോ വാങ്ങിയതോ ആയ ഭാഗങ്ങൾ കണ്ടുകെട്ടാൻ നിയമതടസ്സമില്ല. എന്നാൽ പിണറായിയിലെ വീട് പൂർണ്ണമായും പിണറായി വിജയന്റെ മാത്രം വ്യക്തിഗത സ്വത്തോ അല്ലെങ്കിൽ പരമ്പരാഗത കുടുംബ സ്വത്തോ ആണെങ്കിൽ എക്സാലോജിക് കേസിലെ പണമിടപാടുമായി അതിന് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഇഡിക്ക് സാധിച്ചെങ്കിൽ ഉടനടി നടപടി സാധ്യമാകില്ല. എങ്കിലും കേസിലെ മുഖ്യ സൂത്രധാരനിലേക്ക് അന്വേഷണം നീളുകയും സാമ്പത്തിക സഹായങ്ങൾ നേരിട്ട് സ്വീകരിച്ചതായി കണ്ടെത്തുകയും ചെയ്താൽ പിണറായി വിജയന്റെ പേരിലുള്ള സ്വത്തുക്കൾക്കും കണ്ടുകെട്ടൽ ഭീഷണി നേരിടേണ്ടി വരും. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ആദ്യഘട്ടമായി 3 കമ്പനി ഉൾപ്പെടെ 12 പ്രതികളുടെ 29.02 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപമാണ് ഇഡി കണ്ടുകെട്ടുന്നത്.